ഞാൻ ഇന്നും ഉറക്കെ ചോദിക്കും, നോക്കൂ, 34 കൊല്ലമാണ് നമ്മുടെ രാജ്യത്ത് പശ്ചിമ ബംഗാൾ CPM ഭരിച്ചത്. ഞാൻ എന്റെ ഇടതുപക്ഷ പ്രതിയെ ഓർമ്മപ്പെടുത്തുന്നു, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തലസ്ഥാന കേന്ദ്രമായിരുന്നു സർ കൽക്കത്ത അഥവാ പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 3ാമത്തെ മെട്രോ നഗരമായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുന്ദരമായ പൂന്തോട്ടങ്ങളുടെ ലോകത്തിന്റെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സംസ്ഥാനം ഇന്ന് എന്താണ് സ്ഥിതി? 34 കൊല്ലം തുടർച്ചയായി ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ വന്നപ്പോൾ ആ മനോഹരമായ പട്ടണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. 1,00,000 വ്യവസായശാലകളാണ് കൊൽക്കത്ത നഗര പരിധിയിലും ബംഗാളിൽ നിന്ന് വാട്ടി ഓടിക്കപ്പെട്ടത്. സമരങ്ങൾ, അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിച്ച് 55,000 വ്യവസായശാലകൾ അവിടെ പൂട്ടിച്ചു. രോഹിണി, സമാനമായ സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്? ആ ബംഗാളിന്റെ നേർചിത്രം എന്നെന്താണ്? ബംഗാളിലെ കർഷക ജീവിതങ്ങൾ ദുരിതപൂർണമായി. ചരിത്രം രേഖപ്പെടുത്തുന്നു. പട്ടിണി മരണങ്ങളും ഈ ആത്മഹത്യകളും പെരുകിയ സംസ്ഥാനമായി മാറി ആ പ്രദേശം. അവിടുത്തെ കർഷകരുടെ പരാധീനതകൾ പരിഹരിക്കാൻ കഴിയാതെ അവസാനം സിംഗൂറിലും നന്ദിഗ്രാമിലും ഒരു തരത്തിലുള്ള ചൊട്ടുവിദ്യയുമായിട്ടവർ ടാറ്റയെയും മുതലാളിമാരെയും ക്ഷണിച്ചു വരുത്തി. അവർക്കറിയാം ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പോകുന്നില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നു, സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സംസ്ഥാനമാണ് ഇത്. ഞാൻ ഒരുപക്ഷെ എനിക്ക് ശേഷം അവസരം കിട്ടുമ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവികള് ഞാൻ പറയുന്നത് കളവാണെന്ന് പറയുമെങ്കിൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. 1997 ബുദ്ധദേവ് ഭട്ടാചാര്യയോട് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 77 മുതൽ 96 വരെയുള്ള കണക്കുകൾ കൊണ്ട് മാത്രം 28,000 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ആ സംസ്ഥാനത്ത് നടന്നത്. 1977 മുതൽ 2009 വരെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ബംഗാളിനെ കുറിച്ച് പഠനം നടത്തിയ ഡി ബന്ധോപാധ്യായ റിപ്പോർട്ടിൽ പറയുന്നു, 55,408 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കൊച്ചു സംസ്ഥാനത്തിൽ നടന്നത്. വ്യത്യസ്തമാണോ കേരളത്തിലെ അവസ്ഥ? കുറ്റപ്പെടുത്താം RSSകാരെയും BJPക്കാരെയും കോൺഗ്രസുകാർക്കും അതിൽ പങ്കുണ്ട് എന്ന്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് ഇത് മാറുന്നു? കർഷകാത്മഹത്യയുടെ മണ്ണായി മാറുന്നു. നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചു, ഒരു സ്ത്രീ തങ്ങൾക്ക് കിട്ടിയ 1,600 രൂപ തങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി സമരരംഗത്തിറങ്ങിയപ്പോൾ അവരെ അധിക്ഷേപിക്കാനുള്ള സൈബർ പോരാട്ടങ്ങൾ നമ്മൾ നടന്നു. കൊച്ചു കേരളത്തിലാണ് പ്രസവ വേദന കിട്ടിയ കഴിഞ്ഞ വർഷം ഡിസംബർ 10, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ ഡിസംബർ 10 അങ്ങ് അട്ടപ്പാടിയിലെ മുരുകന്റെ ഭാര്യ സ്മൃതി മുരുകനെ രാത്രി 11 മണിക്ക് പ്രസവവേദന കിട്ടിയപ്പോൾ കൊണ്ടുപോകാൻ ഒരു ആശുപത്രിയോ വാഹനമോ കിട്ടാതെ പുതപ്പിൽ പൊതിഞ്ഞവരെ കൊണ്ടുപോകേണ്ടി വരുന്നത്. നമ്മൾ പറയും കേരളം നമ്പർ 1 ആണ് എന്ന്. ഭക്ഷണം കിട്ടാതെ 2 കുട്ടികൾ മണ്ണ് വാരിത്തുന്നതും കൊച്ചു കേരളത്തിന്റെ മണ്ണിലാണ്. ഒരു പിടി അരി മോഷ്ടിച്ചതിന് മധു കൊല്ലപ്പെട്ടതും നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമ്മൾ പറയും കേരളം നമ്പർ 1 ആണ്, മതേതരത്വമാണ് എന്ന്. ഇപ്പോ 13 വർഷത്തെ പിടികിട്ടാ പുള്ളി ഒളിച്ചു താമസിച്ചതും പാർട്ടി ഗ്രാമത്തിലാണ്, മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് എന്നുള്ളതും നാം കേരളത്തിന്റെ മതേതര ഭാവത്തിലും കേരളത്തിലെ ഭീകരതയ്ക്കും എത്രമാത്രം പ്രസിദ്ധി കെട്ടിരിക്കുന്നു എന്ന് ജോസഫ് മാഷെ പോലുള്ളവർ സാക്ഷ്യപ്പെടുന്നു. ഞാൻ രാഷ്ട്രീയമായി ചർച്ച വഴിതെറ്റി കൊണ്ടുപോവുകയല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ ലോകത്തൊരിടത്ത് പോലും വിജയിച്ചില്ലാത്ത ഒരാശയ സംഹിതയാണ്. കുഴപ്പം പിണറായി വിജയന്റേതല്ല, കുഴപ്പം ബുദ്ധദേവ് ഭട്ടാചാര്യയുടേതല്ല, കുഴപ്പം ജ്യോതി ബാസുവിൻ്റെതായിരുന്നില്ല, യശസ്കുവിൻ്റെതായിരുന്നില്ല. ഈ ആശയം എന്ന് പറയുന്നത് മണ്ടൻ തത്വസംഹിതയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രോഷം കൊണ്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ആന മണ്ടത്തരമാണ് എന്ന് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയും. ഒരുപക്ഷെ വിമർശകര് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് കേരളത്തില് രാഷ്ട്രീയ വിവേചനം കൊണ്ട് നടക്കുന്നതാണ് എന്ന്. എന്തേ ഈ ആരോപണം തമിഴ്നാട്ടിലില്ല? എന്തുകൊണ്ട് സമാനമായ പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചാബിൽ ആരോപണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കർണാടക ഈ ആരോപണം, ഈ സാമ്പത്തിക ദുരവസ്ഥയും കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? പകരം ഇവിടെ നമ്മൾ കാണുന്നു, നേരത്തെ പലരും പറഞ്ഞ മാതിരിയില് മന്ത്രി പുങ്കവന്മാരുടെ വാഹനങ്ങളുടെ മോടി കൂട്ടുന്നു. വെറും
രൂപ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കുടുംബത്തിന് ഭക്ഷണം കഴിക്കാൻ പണം കൊടുക്കാനില്ലാത്തപ്പോൾ കെ ഫോണിനെ കുറിച്ചും കെ റെയിലിനെ കുറിച്ചും കെ മൊബിലിറ്റിയെ കുറിച്ചും ഒരിക്കലും നടക്കാത്ത മനോഹരങ്ങളായ സ്വപ്നങ്ങളും അതിന്റെ കമ്മീഷൻ പറ്റുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നമ്മൾ ഏതുപോലെയാണോ തേയില തൊഴിലാളികളായ 100 പേർ പശ്ചിമ ബംഗാളിൽ കൊല്ലപ്പെട്ടപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ നന്ദിഗ്രാമിലും സിംഗൂരിലേക്കും കുത്തക മുതലാളിമാരെ ക്ഷണിച്ചു വരുത്തിയത്, സമാനമായ രൂപത്തിൽ ഒരിക്കലും നടക്കാത്ത കേരളത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ 1 ലക്ഷ്യം മാത്രമേ ഉള്ളൂ കമ്മീഷൻ. ഇന്ന് സാക്ഷ്യപ്പെടുന്ന എന്താണ്? ഇവിടെ പലരും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകൾക്കൊരു പ്രശ്നം വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് സ്വീകരിച്ച നിലപാടല്ല പാർട്ടി സ്വീകരിക്കുന്നത്. ഈ പ്രഭാത് നമ്മൾ ശ്രദ്ധിക്കണം. 2 പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ ആരോപണ വിധേയരാകുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആരോപണ വിധേയനായപ്പോൾ പാർട്ടി പറഞ്ഞ നിലപാടിന്റെ കൂടെ ഞാൻ നിൽക്കും. കാരണം പാർട്ടി എന്ത് പറഞ്ഞു? അത് പാർട്ടിയുടെ നിലപാടല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാര്യ പൂട്ടിപ്പോയ കമ്പനി ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ, നിങ്ങൾക്കും എനിക്കും പ്രഭാത സ്വപ്നം കാണാൻ സാധിക്കുമോ? നമ്മുടെ മനുഷ്യ ആയുസ്സില് 1,72,00,000 രൂപ രാപ്പകൽ പണിയെടുത്ത് സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു പണിയും ചെയ്യാതെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.72 crore rupees കുറഞ്ഞ കാലഘട്ടത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളോട് സ്വീകരിച്ച നിലപാട് പിണറായി വിജയന്റെ മകളോട് ഉണ്ടായില്ല?